ഈ പറയുന്ന കള്ളവാർത്തകൾ മാത്രം അച്ചടിക്കുന്ന, കള്ളവാർത്തകൾ പൊളിഞ്ഞാലും മാപ്പ് പറയാത്ത ലോകത്തിലെ തന്നെ ഏക പത്രമാണ് ദേശാഭിമാനി. എന്റെ ഓർമ്മയിൽ വരുന്നത് മറിയക്കുട്ടിക്കെതിരെ, അറിയാലോ, ഈ പെൻഷൻ കാശ് കിട്ടാതെ ഇവിടെ ഭിക്ഷ തണ്ടിയ മറിയക്കുട്ടിക്ക് കോടികളുടെ സ്വത്തുണ്ട് എന്ന് എഴുതിയ ദേശാഭിമാനി. ആ ദേശാഭിമാനി ആ ഒരു വാർത്തയുടെ പേരിലാണ് മാപ്പ് പറഞ്ഞത്. അതാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അതല്ലാതെ ആന്തൂരിലെ സാജന്റെ ഭാര്യയെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച ഈ അധമ പത്രം ഇപ്പോഴും ഷൈൻ ടീച്ചറിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന അന്തംഗമ്മികളുണ്ടല്ലോ, ഓർക്കണം. വർഷങ്ങൾക്ക് മുമ്പ് സാജന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ ഈ പത്രത്തിന്റെ, ഇതേ പത്രത്തിന്റെ ഏറ്റവും മുകളിൽ 8 കോളത്തിൽ ആ സ്ത്രീയെ കുറിച്ച്, ആ ഭർത്താവ് മരിച്ച സ്ത്രീയെ കുറിച്ച്, ഭർത്താവിന്റെ ചിതയണയും മുമ്പേ നിങ്ങൾ എഴുതിയത് എന്തായിരുന്നു എന്ന് ഇപ്പോഴും കിടക്കുന്നുണ്ട് ഓൺലൈനിൽ, വായിച്ചു നോക്കണം കേട്ടോ. ഒരു സ്ത്രീയെ കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും അസഭ്യമായ വാക്കുകൾ. എന്തുകൊണ്ട് സാജൻ മരിച്ചു? ഞങ്ങളുടെ സർക്കാരിന്റെ പ്രശ്നം കൊണ്ടതല്ല, ഞങ്ങളുടെ സർക്കാർ ഈ സ്ഥാപനത്തിന് അനുമതി നൽകാത്തതുകൊണ്ടല്ല, ഈ പറയുന്ന സാജന്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോണില് സാജന്റെ ഭാര്യ ഉപയോഗിച്ചെന്ന് പറയുന്ന മൊബൈൽ ഫോണിലേക്ക് എത്ര കോളുകൾ ആരുടേതാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പേര് സഹിതം എഴുതിയിട്ട് വ്യാജവാർത്ത കൊടുത്ത ഈ ലോകത്തിലെ തന്നെ പത്രം എന്ന് വിശേഷിപ്പിക്കുക, പത്രത്തിന്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ച പത്രമാണ് ഈ പറയുന്ന പത്രം. ഇതിപ്പോൾ കേരളമാകെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർഷിക വരിസംഖ്യ ഭീഷണിപ്പെടുത്തി പിരിപ്പിച്ചിട്ട്, കണ്ണുരുട്ടി പിരിപ്പിച്ചിട്ട്, പൈസ മര്യാദയ്ക്ക് വാർഷിക വരിക്കാരെ ചേർന്നോ, അല്ലെങ്കിൽ അത് മതി. ഇങ്ങനെ ഒരു സഖാവ് പറഞ്ഞാൽ ഇവിടുത്തെ ഏതും മനുഷ്യനും കൊടുത്തു പോകും. കാരണം പേടിയുണ്ട്. ഇവരൊരു കള്ളക്കേസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയാലോ സുജിത്തിനെ ഏത് വിധമാണ് പോലീസുകാർ ഇടിച്ചിട്ടത് എന്നും. മുഖ്യമന്ത്രി ഇതറിഞ്ഞിട്ട് പോലും, ഇത് മനസ്സിലാക്കിയിട്ട് പോലും പറഞ്ഞത് പോലീസുകാർ ചെയ്തത് ശരിയാണ് എന്നാണ്. ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള അധമന്മാർ ഭരിക്കുന്ന, ഇങ്ങനെയുള്ള ക്രൂരന്മാർ ഭരിക്കുന്ന, ഇങ്ങനെയുള്ള സൈക്കോകൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് ഇവർക്കെതിരെ പ്രതിരോധിക്കാനാവുക? അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു സഖാവ് വന്ന് ഇതാ ദേശാഭിമാനി എന്ന് പറയുന്ന ഞങ്ങളുടെ കള്ളപ്പത്രം നിങ്ങൾ വരിക്കാരായി ചേരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളത് വരിക്കാരാകും. കാരണം നിങ്ങൾക്ക് പേടിയാണ്, ഈ ക്രൂരന്മാരെ പേടിയാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്നത് 51 വെട്ടിക്കൊന്ന ടി.പി. ചന്ദ്രശേഖരന്റെ മുഖമായിരിക്കും, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മുഖമായിരിക്കും, സാജന്റെ ഭാര്യയുടെ മുഖമായിരിക്കും കേട്ടോ, കെ രമയുടെ മുഖമായിരിക്കും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഭീതികൾ നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? ശരി, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മക്കളുടെ അപ്പി വാരാൻ തന്നെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി പത്രം വാങ്ങും. അതിനെ പറ്റൂ. ഈ പത്രമാണ് നട്ടാൽ കുരുക്കാത്ത നുണ കഴിഞ്ഞ 2 ദിവസമായി പറയുന്നത്. അപ്പൊ ഈ പരസ്യത്തിലൂടെ VKC പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെരുപ്പുകൾക്ക് ഇതാ ഇന്നു മുതൽ വില കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ ഇളവുകൾ ഞങ്ങൾ വരുത്തുകയാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 വ്യവസായ സ്ഥാപനമാണ്. എന്നിട്ട് ഇത് 1-ാം പേജിൽ കൊടുത്തിട്ടാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നികുതി കുറയുന്നില്ല. 1-ാം പേജിൽ പൈസ വാങ്ങിയിട്ട് VKCന്റെ പരസ്യം അച്ചടിച്ചിട്ട്, എന്നാൽ അതിനുള്ള ഒരു നന്ദിയെങ്കിലും ഉണ്ടാക്കണ്ടേ? ഇതിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ വേറൊരു വാർത്തയും കൂടി ഉണ്ടല്ലോ. അതാ ബാലഗോപാലൻ എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി പറയാണല്ലോ, നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക. അതായത് VKCയുടെ പരസ്യം 1-ാം പേജിൽ ആ VKC പറയുന്നു, ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നത്തിനും വില കുറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മരപ്പൊട്ടൻ ഇതാ ഫോട്ടോ കച്ചടിച്ചിട്ട് മൂപ്പർ പറയാണല്ലോ, നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക എന്ന്. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട VKC, ഇനിയെങ്കിലും ഈ കള്ളന്മാർക്ക് പരസ്യം കൊടുക്കരുത് കേട്ടോ. നിങ്ങളുടെ പരസ്യം 1-ാം പേജിൽ നിങ്ങൾ വില കുറയ്ക്കുന്നു, ഞങ്ങളിതാ വില കുറയ്ക്കുന്നു എന്ന് നിങ്ങൾ 1-ാം പേജിൽ ഇവർക്ക് പരസ്യം കൊടുത്തിട്ട് ഇവരെ ഉള്ളിൽ ഇവരുടെ ധനകാര്യമന്ത്രി പറയാണേ അതൊന്നും കിട്ടൂല. ജനങ്ങൾക്ക് ഇത്തരത്തിൽപ്പെട്ട സൗജന്യം കിട്ടൂല, നിങ്ങൾ പുട്ടടിക്കുന്നതാണ് ഈ പറയുന്ന മരപ്പൊട്ടം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള അധമന്മാരായ മന്ത്രിമാര്, ഇങ്ങനെയുള്ള ക്രൂരന്മാരായ മന്ത്രിമാര്, പൊട്ടന്മാരായ മന്ത്രിമാര്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതാ ഇയാളുടെ വാർത്ത എങ്ങനെയാണ് കേട്ടോ. അതായത് നോട്ട് നിരോധനം പോലെ തന്നെ കൃത്യമായ പഠനം നടത്താതെയാണ് GST പരിഷ്കരണം പ്രഖ്യാപിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇളവിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതും
എന്നതും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഇടിവുണ്ടാകും എന്നതുമാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉയരുന്ന ആശങ്ക. മൂപ്പർക്ക് ആശങ്കയാണ്. ഇതിന്റെ ഫലമൊക്കെ ജനങ്ങൾക്ക് കിട്ടുമോ? സംസ്ഥാനത്ത് ആകെ നികുതി. അതാണ് മൂപ്പർക്ക് ആ ഒരു പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലെ ആ പ്രസംഗത്തിന് ശേഷം തന്നെ മൂപ്പര് വട്ടുപിടിച്ച് നടക്കുകയാണ്, കിളിപോയി നടക്കുകയാണ്. പറയാണ് 10,000 കോടിയുടെ നഷ്ടമാണത്രേ ഇവിടെ വരുന്നത്. ആർക്ക് വരുന്നത്? കേരളത്തിന് വരുന്നത് 10,000 കോടിയുടെ നഷ്ടം. ഈ GST നികുതി ഇത്ര കുറയുമ്പോഴത്തേക്ക് പ്രതിവർഷം 10,000 കോടിയുടെ നഷ്ടമാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ GSTയിലൂടെ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഇവരുണ്ടാക്കിയ പൈസ എത്രയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. 10,000 കോടി ഒന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആകെ നമ്മുടെ രാജ്യത്താകെ ഈ പുതിയ പരിഷ്കരണം കൊണ്ട് സംഭവിക്കുന്നത് ഏതാണ്ട് 45,000 കോടിയുടെ ഒരു കുറവാണ് എന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. ആ 45,000 കോടിയിൽ കേരളത്തിന് മാത്രം അങ്ങോട്ട് 10,000 കോടിയുടെ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് പറയാ. മാത്രമല്ല ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമ്പത്തിക പ്രമുഖരൊക്കെ പറയുന്നു. കാരണം ഏത് നാട്ടിലും ഇങ്ങനെ നികുതി കുറച്ചാൽ ജനങ്ങള് കൂടുതൽ സാധനങ്ങൾ വാങ്ങും. അതാണ് യാഥാർത്ഥ്യം. നികുതി കുറച്ചാൽ, ഒരു സാധനത്തിന് വില കുറച്ചാൽ അപ്പോഴാണ് പർച്ചേസിംഗ് പവർ കൂട്ടുക. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഓരോ ഉൽപ്പന്നവും വളരെ വിപണിയിൽ മത്സരമാണ്. വില കൂടുതലുള്ള സാധനങ്ങളുടെ പിന്നാലെ ആൾക്കാർ പോവില്ല. ഏത് സാധനത്തിനാണ് ഗുണനിലവാരമുള്ള, ഏത് സാധനത്തിനാണ് വില കുറവ് എന്ന് നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് വാങ്ങാൻ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഉൽപാദകരൊന്നും ഈ ടാക്സ് കുറച്ചു കഴിഞ്ഞാലും ടാക്സ് കുറയ്ക്കാതെ വില കൂട്ടി വെക്കില്ല. വില കൂട്ടി വെച്ചാൽ ജനങ്ങൾ വാങ്ങില്ല. കാരണം സെയിം ബ്രാൻഡുള്ള അല്ലെങ്കിൽ സെയിം സാധനങ്ങൾ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് അവർക്ക് കിട്ടും. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അറിയാത്തത് തിട്ടക്കമ്മികൾക്ക് മാത്രമാണ്. അതെ, അങ്ങനെ തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവർക്ക് മാത്രം അറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെയാണ് ചില കാര്യങ്ങളുണ്ടല്ലോ. ചില കാര്യങ്ങള് അങ്ങോട്ട് പണ്ടൊക്കെ പറയുന്ന പോലെ വരമ്പത്ത് നിന്ന് കൂലി എന്ന് പറയുന്ന പോലെ. ഞാൻ ഒരിക്കൽ കൂടി VKC ഗ്രൂപ്പിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങള് ഈ ഒരു പത്രത്തിന്റെ കള്ളത്തരമാണ്. ഈ ഒരു പത്രം കഴിഞ്ഞ 2 ദിവസമല്ല, കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരമാണ്. GST നിരക്ക് കുറച്ചാലും ഒരു പൈസ പോലും കുറയില്ല, സാധാരണക്കാരന് അതിന്റെ ഗുണം ലഭിക്കില്ല, വ്യാപാരികളും ഈ പറയുന്ന ഉൽപാദകരുമൊന്നും ഇതിന്റെ ഗുണം സാധാരണക്കാർക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോഴാണ് VKC പറയുന്നത് ഞങ്ങളിതാ കൊടുത്തിരിക്കുന്നു എന്ന് VKC പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ കള്ളം പറയുന്ന പത്രത്തിന്റെ 1-ാം പേജിൽ തന്നെ VKC അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. VKCക്ക് ഒരുപാട് സന്തോഷം അറിയിക്കട്ടെ, ഒരുപാട് നന്ദി അറിയിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട VKCക്ക് മാത്രമല്ല VKCയുടെ മക്കളായ നൗഷാദ്, റസാഖ് തുടങ്ങിയ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. VKCയുടെ പരസ്യമാണ്. ഹാപ്പി ഇന്ത്യ, ഹാപ്പി VKC, റെഡി വിത്ത് ന്യൂ റെഡ്യൂസ്ഡ് പ്രൈസസ്. ഏത് പത്രത്തിലാണ്? ശരിക്കും കണ്ടോ? ദേശാഭിമാനി പത്രത്തിലെ 1-ാം പുറത്ത്. ദേശാഭിമാനി പത്രത്തിൽ മാത്രമല്ല, ഇന്ന് ഇറങ്ങിയ മറ്റെല്ലാ പത്രങ്ങളിലും VKCയുടെ ഈ പരസ്യമുണ്ട്. ഞാൻ ദേശാഭിമാനി പത്രം നിങ്ങളെ കാണിക്കാൻ കാരണം ദേശാഭിമാനി എന്ന പത്രത്തിന്റെ കള്ളത്തരം, ദേശാഭിമാനി എന്ന പത്രത്തിന്റെ ചെറ്റത്തരം, നെറികേട്, അല്പത്തരം, ഇതൊക്കെ VKC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വ്യവസായ പ്രമുഖരിൽ 1-ാം സ്ഥാനത്തുള്ള VKC എന്ന അതിപ്രശസ്തമായ സ്ഥാപനം ഈ ഒരു പരസ്യം കൊടുത്തുകൊണ്ട് ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനിയുടെ കള്ളത്തരങ്ങളെ പൊട്ടിച്ചിരിക്കുകയാണ്. 8 നിലയിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ദേശാഭിമാനി പത്രം ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലത്തെ പത്രത്തിലും ഞാൻ കാണിക്കാം. ഇന്നലത്തെ പത്രത്തിലും ഈ പത്രത്തിലും, അതായത് ഈ പരസ്യം വന്ന പത്രത്തിലും ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് GST അറിയാലോ. ഇന്നലെ മുതൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില നേരത്തെ ഉണ്ടായിരുന്ന 18% നിന്ന് 5%, ഏതാണ്ട് 90-95% ഭക്ഷ്യവസ്തുക്കൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കൊക്കെ നികുതി പകുതിയിലല്ല 3-ൽ 1 ഭാഗമായി 18-ൽ നിന്ന് 5% കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സമ്പാദ്യ ഉത്സവം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു കേട്ടോ. ഒരു സമ്പാദ്യ ഉത്സവമാണ്. ബാക്കി പൈസ ജനങ്ങൾക്ക് സമ്പാദിക്കാം എന്നല്ല, ഒരുപക്ഷെ അവരുടെ പർച്ചേസിംഗ് പവർ കൂടും.
100 രൂപക്ക് പണ്ട് സാധനം വാങ്ങിയവർക്ക് ഇന്ന് അതേ സാധനം 80 രൂപക്ക് കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ 20 രൂപ ലാഭിക്കുകയാണ്. 20 രൂപ ലാഭിക്കുകയാണ്. ഈ 20 രൂപ ഇവർക്ക് സമ്പാദിക്കാം. അതല്ലെങ്കിൽ 20 രൂപ കൂടി ഇവർക്ക് പർച്ചേസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ജി എസ് ടി നിരക്ക് കുറച്ചത്, ഈ നികുതി കുറച്ചതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതകൾ രണ്ടെണ്ണമാണ്. പ്രധാനമന്ത്രി അതിൽ ഒന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു സമ്പാദ്യ ഉത്സവമാണ്, ജനങ്ങൾക്ക് സമ്പാദിക്കാം. ഇന്നലെ വരെ അവർ നൽകിയിരുന്ന തുകയിൽ നിന്ന് ഏതാണ്ട് ഒരു എത്രയാണ് 18%, 18, 28 ഉള്ളതാണ്. 5%, 15% കുറയുന്നു കേട്ടോ. അപ്പോൾ നികുതി ഒരു 1/3 കുറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ തുക സമ്പാദിക്കാം എന്ന് പറയുന്നു. അതല്ല, ഇവിടുത്തെ സാമ്പത്തിക പ്രഗത്ഭരൊക്കെ പറയുന്നത്, സാമ്പത്തിക പ്രമുഖരൊക്കെ പറയുന്നത് ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ 100 രൂപക്ക് വാങ്ങിയ സാധനങ്ങൾ ഇപ്പൊ 80 രൂപക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും അവര് കയ്യിലുള്ള 20 രൂപ കൂടി സാധനം വാങ്ങുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സാമ്പത്തിക ഒരു എന്താ പറയാ, ആ റോളിംഗ് സാമ്പത്തികമായുള്ള ഒരു ക്രയവിക്രയം വർദ്ധിക്കുന്നു. അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്നു, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്നു, സഹായകരമായിരുന്നു. പക്ഷെ ഇത് മനസ്സിലാവാത്ത ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടത്തെ അന്തംകമ്മികളാണ്. ഈ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി ഇത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് കേട്ടോ. സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അപ്പോഴേ ഇവിടെ കുരുവൊട്ടാൻ തുടങ്ങി ബാലഗോപാലിന്. നികുതി കുറയാന്ന് പറഞ്ഞപ്പോൾ ബാലഗോപാലിന് സഹിക്കില്ല, സഖാക്കൾക്കൊന്നും സഹിക്കില്ല. സഖാക്കളുടെ അജണ്ട എന്താണ്? ജനങ്ങളെ നികുതി വർദ്ധിച്ച് ഊറ്റിയെടുക്കുക. അതല്ലേ ഇവിടുത്തെ പിണറായി സർക്കാർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിച്ച് അവരെ ഇങ്ങനെ എന്താ പറയാ, മുണ്ട് മുറുക്കുക എന്നും പറഞ്ഞിട്ട് അവരെ മുറുക്കി അവസാനം ഇപ്പൊ നട്ടല് മാത്രമേ ഉള്ളൂ. മുറുക്കി ഇനി മുറുക്കാനില്ല. നേരെ മറിച്ച് മുറുക്കാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ സ്ഥിരം പറയുന്ന പോലെ പിണറായി വിജയന്റെ ഈ ആഡംബരം, ധൂർത്ത്, മന്ത്രിമാരുടെ ധൂർത്ത്, അതൊക്കെ നടക്കട്ടെ. പിന്നെ ഇവര് കുറെ ഇങ്ങനെ കോപ്പിരാട്ടി നാടകങ്ങൾ നടത്തും. ഏതുപോലെ? കേരളീയം പോലെ, നവകേരള സദസ് പോലെ, അയ്യപ്പ സംഗമം പോലെ, ഇപ്പൊ നടക്കുന്ന വികസന സംഗമം പോലെ ഇത്തരത്തിൽപ്പെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ ദൂർത്തടിക്കും. ഈ ദൂർത്തടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ എടുത്തിട്ടാണല്ലോ, 7 കോടി എടുത്തിട്ടാണല്ലോ പമ്പയിൽ പോയി കണ്ട് ഒരു സെമിനാർ നടത്തിയത്. 3 സെമിനാർ, ആകെ ഒരു 50 ആൾക്കാർ പങ്കെടുക്കുന്ന, 50 അല്ല 10 പേർ പങ്കെടുക്കുന്ന, 10 വിവിധ മേഖലകളിൽപ്പെട്ട 10 പേർ പങ്കെടുക്കുന്ന ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെലവഴിച്ചത് 7 കോടി രൂപയാണ്. ഒരു 1-2 ലക്ഷം രൂപയുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചിട്ട്, ഒരു ചെറിയ ഹാളിൽ വെച്ചിട്ട് 1-2 ലക്ഷം രൂപക്ക് നടത്താമായിരുന്ന ഒരു സെമിനാറാണ് 7 കോടി പൊട്ടിക്കാലോ. പിണറായി വിജയൻ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ലല്ലോ, നമ്മുടെ പൈസയല്ലേ. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ എപ്രകാരമൊക്കെ ജനങ്ങളെ കൊള്ളയടിക്കാം. കൊള്ള സർക്കാർ. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ പിണറായി വിജയൻ സർക്കാർ തെമ്മാടി സർക്കാരാണ്. അതേ സമയത്ത് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കൊള്ള സർക്കാരാണ്. ഏറ്റവും വലിയ കൊള്ള നടത്തുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ എന്ന് ഞാനല്ല പറയുന്നത്, നിങ്ങൾ പറയും. അന്തംകമ്മികളല്ലാത്ത നിങ്ങൾ പറയും. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, നിങ്ങളുടെ ജീവിതം എത്രമാത്രം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ, പിണറായി വിജയൻ ഭരിക്കുന്ന 10 വർഷത്തിനിടയിൽ എത്രമാത്രം നിങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. എവിടെയൊക്കെയാണ് നികുതി വർദ്ധിപ്പിച്ചത്, എവിടെയൊക്കെയാണ് സേവന നികുതികൾ വർദ്ധിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി ബോധ്യമില്ലെങ്കിൽ, നിങ്ങൾ അന്തംകമ്മികളാണെങ്കിൽ ശരി, നടക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം, കാര്യങ്ങൾ പറയാം. പക്ഷെ ഉറക്കം നടിക്കുന്ന അന്തംകമ്മികളെ ഒരു കാരണവശാലും ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ചാൽ വീട്ടിങ്ങൾ എണീക്കൂല കേട്ടോ. അമ്മാതിരി കുറെ എണ്ണുണ്ട്. ഞാൻ പറയാം, ആ കഥകൾ വേറെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ പറയുന്ന ദേശാഭിമാനി കഴിഞ്ഞ 2 ദിവസമായി പറയുന്നത് GST കൊണ്ട് ഒരു കാര്യമില്ല, GST കൊണ്ട് വില കുറയാൻ പോകുന്നില്ല. ഇനി വില കുറഞ്ഞാൽ തന്നെ അത് GST കൊണ്ടൊന്നുമല്ല. ഈ GST എത്രമാത്രം ടാക്സ് കുറച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന വ്യവസായികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപാദകരോ കച്ചവടക്കാരോ ഒന്നും വില കുറയ്ക്കില്ല എന്നാണ് ഈ നെറികെട്ട പത്രം കഴിഞ്ഞ 2 ദിവസമായി പറയുന്നത്. VKC ഈ നിലപാടിനെതിരെ ഒരു പരസ്യം കൊടുത്തിട്ട് ദേശാഭിമാനിയുടെ മുഖത്ത് ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇതാ ഒരു പരസ്യം കൊടുത്തിട്ട്. കാരണം ഈ പരസ്യത്തിലൂടെ VKC പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇതാ വില കുറച്ചിരിക്കുന്നു,
ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിരിക്കുന്നു എന്നാണ് VKC പറയുന്നത്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സത്യസന്ധമായി അങ്ങനെ തന്നെ പറയട്ടെ, വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ട് പറയുകയാണ്, VKCയെയും VKCയുടെ കുടുംബത്തെയും VKCയുടെ മക്കളെയും ഒക്കെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത എന്താ പറയാ ശിഷ്യന്മാർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് VKCയുടെ മക്കളൊക്കെ കേട്ടോ. ഏറ്റവും സൗഹാർദ്ദപരമായി ഏറ്റവും കാരുണ്യവും നന്മയും ഒക്കെയുള്ള ബിസിനസ്സുകാരുടെ ശൃംഖലയിൽപ്പെടുത്താവുന്ന ഏറ്റവും നന്മയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ബിസിനസ് സ്ഥാപനമാണ് VKC. ആ VKC ആണ് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ GST പരിഷ്കാരത്തെ തുടർന്ന് ഫുൾ പേജ് പരസ്യം കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം ഇങ്ങനെ പരസ്യം കൊടുത്തു എന്ന്. VKC പ്രഖ്യാപിക്കുന്നു, ഇതാ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയാണ്, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കുകയാണ് എന്നാണ് VKC പറയുന്നത്. ഇതാ പരസ്യത്തിൽ, ബാക്കി ഞാൻ വായിക്കാം. പുതുക്കിയ GST നിരക്കുകൾ പ്രകാരം ഞങ്ങളുടെ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളിലും വന്നിട്ടുള്ള ഇളവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യയിലെ ഒരു മുൻനിര വ്യവസായ സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യക്കൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. ദീപാവലി ആശംസകൾ എന്നും പറഞ്ഞിട്ട് VKCയുടെ ഒരു മൂന്ന് പാദരക്ഷകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓൾഡ് പ്രൈസ് 289 289 രൂപ. KN ബാലഗോപാല പൊട്ട മനസ്സിലാക്കുക, ഈ നിങ്ങളുടെ പത്രത്തിലാണ് VKC പരസ്യം നൽകിയത്. ഞങ്ങളുടെ നേരത്തെയുള്ള ഈ ചെരുപ്പിന്റെ വില 289 ആയിരുന്നു. നൗ റെഡ്യൂസ്ഡ് പ്രൈസ് 269, ഇപ്പോൾ 269 രൂപ നൽകിയാൽ മതി. മറ്റൊന്ന് ഓൾഡ് പ്രൈസ് 739 739 എന്ന് പറയുന്ന ആ തുക ഇനി മുതൽ 706 706 രൂപ കൊടുത്താൽ മതി. അതായത് 1555 രൂപ വിലയുള്ള ഞങ്ങളുടെ ഈ ബ്രാൻഡിന്, ഈ ചെരുപ്പിന് 1455 രൂപ മതി. 100 രൂപ കുറയുന്നു. ഗുഡ് സ്പോട്ട് എന്ന് പറയുന്ന ആ പ്രത്യേകതരം ചെരുപ്പിന്. എന്ന് പറഞ്ഞാൽ പുതിയ GST നിരക്കിലൂടെ ഞങ്ങളുടെ ഓരോ പാദരക്ഷയുടെയും വില ഇതാ കുറച്ചിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്ഥാപനം തന്നെ വന്ന് പറയുമ്പോൾ ഇത് ദേശാഭിമാനിക്കാരന്റെ മുഖത്തേറ്റ അടിയല്ലാതെ പിന്നെ എന്താണ് സുഹൃത്തുക്കളെ? ഇതാ ഈ പത്രത്തിന്റെ ഉള്ളിൽ എത്ര 3 വാർത്തകൾ. ഒന്നതാ GST പരിഷ്കരണം, വിശപ്പിന് നികുതി കുറയുന്നില്ല. ദേശാഭിമാനിയുടെ കണ്ടെത്തൽ എന്താണെന്ന് അറിയോ? ഹോട്ടലുകളിലൊന്നും വില കുറച്ചിട്ടില്ല. പിന്നെ ഈ മാളുകളില് പഴയ പാക്കറ്റിൽ, അതായത് നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത ഫുഡ് പാക്കറ്റിന് വില കുറഞ്ഞിട്ടില്ല. അത് നേരത്തെ തന്നെ നമുക്ക് അറിയാലോ. അതായത് ഒരു പരിഷ്കരണം 22-ാം തീയതി മുതലാണ്. 22 മുതൽ അവരുടെ കൈകളിലെത്തുന്ന ഈ പാക്കറ്റുകൾക്ക് മാത്രമേ വില കുറയുള്ളൂ. അതല്ലാതെ അതിന് മുമ്പ് തന്നെ ഓൾഡ് സ്റ്റോക്കിന് വില കുറയ്ക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയിട്ട്, അതായത് മാളുകളിൽ പാക്കറ്റ് ഫുഡ്സിന് ഇതുവരെ ഈ GST നിരക്ക് കുറച്ചിട്ടില്ല, ഹോട്ടലുകളിൽ വില കുറച്ചിട്ടില്ല. ഇതൊക്കെയാണ് ദേശാഭിമാനി ഇന്ന് 1-ാം പേജിൽ കൊടുത്തത്. വിശപ്പിന് നികുതി കുറയില്ല. ഇന്നലത്തെ ദേശാഭിമാനിയാണ് കേട്ടോ. ഞാൻ ഈ പരസ്യത്തെ കുറിച്ചായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തത്. അതിനുള്ളിലേക്ക് കടന്നിരുന്നില്ല. ഇന്നലത്തെ ദേശാഭിമാനിയിൽ ഇതാ ഒരു വാർത്തയുണ്ട്. ഇങ്ങനെയാണ്, ഏറ്റവും താഴെയാണ് ഇന്നലത്തെ ദേശാഭിമാനിയിൽ. ഇന്നലത്തെ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും മെയിൻ സ്റ്റോറി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് GST നിരക്കുകൾ ഏറ്റവും ഗണ്യമായി കുറച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പാദ്യശീലത്തിലേക്ക്, ഒരു സമ്പാദ്യ ഉത്സവത്തിലേക്ക് നാട് കടന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഈ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. ഏറ്റവും പുതിയ ഒരു സാധ്യത മറ്റു പത്രങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ദേശാഭിമാനി മാത്രം ഇതാ അവരുടെ വാർത്ത വായിക്കും കേട്ടോ. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ എന്നാണ് തലക്കെട്ട്. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ 99 സാധനങ്ങളുടെയും വില, നികുതി, ഇന്നലെ വരെ കൊടുത്തിരുന്ന നികുതി 1/3 കുറച്ചിട്ട് പോലും ഈ പത്രം പറയുകയാണ് നികുതി കുറച്ചതെന്നല്ല പറയുന്നത്. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ നിന്ന്, GST കുറച്ചു എന്ന് പറയാനുള്ള, നരേന്ദ്രമോദി സർക്കാർ GST കുറച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമില്ല ഈ മാപ്രകൾ കേട്ടോ. പറയാണ് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ. ഞാൻ ഈ വാർത്ത വേണമെങ്കിൽ വായിക്കാം. ഇതിൽ ഒരു വരി പോലും സാധനങ്ങൾക്ക് വില കുറയുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ വാർത്ത ഇങ്ങനെയാണ്: പരിഷ്കരിച്ച GST നിരക്കുകൾ നിലവിൽ വന്നു. അങ്ങനെയാണ് ആദ്യത്തെ വാചകം. പരിഷ്കരിച്ച GST നിരക്കുകൾ നിലവിൽ വന്നു. പെട്ടെന്ന് ഈ പറയുന്ന ഈ പത്രം മാത്രം വായിക്കുന്ന അന്തംഗമികൾ എന്താ വിചാരിക്കുക? പരിഷ്കരിച്ച GST നിരക്കുകൾ നിലവിൽ വന്നിരിക്കുന്നു. സാധാരണ ഈ പിണറായി വിജയൻ പരിഷ്കരിക്കുന്ന നിരക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വില കൂട്ടലാണല്ലോ. അപ്പൊ എല്ലാവരും കരുതും GST നിരക്കുകൾ പരിഷ്കരിച്ചിരിക്കുന്നു, അപ്പോൾ മോദി സർക്കാർ വില കൂട്ടിയിരിക്കുന്നു എന്നാണ് സ്വാഭാവികമായും ഈ കള്ളപ്പത്രം മാത്രം വായിക്കുന്ന അന്തംഗമികൾ കരുതുക.
ലാഭം വിതരണക്കാരും കമ്പനികളും കൈയടക്കി. ഇപ്പോൾ കാർ, മാർബിൾ, ചിലയിനം മരുന്നുകൾ എന്നിവയുടെ വില കുറയുമെന്ന് കമ്പനികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം നടപ്പാകുമെന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ GST നിരക്ക് കുറച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത്, GST നിരക്കിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ വാർത്തകളൊക്കെ അതിന്റെ ബാക്കിയുള്ള വിശദീകരണം പറയുമ്പോൾ പറയാണ്, ഇത് ഒരിക്കലും ജനങ്ങൾക്ക് കിട്ടില്ല, ജനങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടില്ല എന്ന് ഇന്നലത്തെ പത്രത്തിൽ പറയുമ്പോ ഇന്നലത്തെ മറ്റു പത്രങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിക്കണം കേട്ടോ. ഇന്നലെ ഇറങ്ങിയ മറ്റു പത്രങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാം. ഇന്നലെ ഇറങ്ങിയ കേരള കൗമുദിയുടെ ഒന്നാം പേജിലെ മെയിൻ സ്റ്റോറിയാണ് GST ഇളവ് സമ്പാദ്യ ഉത്സവം. കേരള കൗമുദി എന്ന് പറയുന്ന കേരളത്തിൽ വിശ്വാസ്യതയിൽ മുന്നിൽ നിൽക്കുന്ന പത്രമാണ് കേരള കൗമുദി. ആ കേരള കൗമുദി പറയുന്നു, GST ഇളവ് സമ്പാദ്യ ഉത്സവം, ജനങ്ങൾക്ക് 2.5 ലക്ഷം കോടിയുടെ ലാഭം. ഓർക്കണം, ജനങ്ങൾക്ക് 2.5 ലക്ഷം കോടിയുടെ ലാഭം. ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ വാങ്ങാൻ ആഹ്വാനം, വിദേശ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാവണം, വീട് നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന 2 സ്ലാബുകൾ. അങ്ങനെ ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന ലാഭം, അതായത് സാധനങ്ങൾ വാങ്ങുമ്പോൾ എത്രമാത്രം ലാഭിക്കാൻ കഴിയുമെന്ന് കേരള കൗമുദി പറഞ്ഞിരിക്കുന്നു. മലയാള മനോരമ പറയുന്നത് എങ്ങനെയാണെന്ന് പറയും. മലയാള മനോരമ പറയുന്നു, മേലെ തന്നെ കളിയുടെ വാർത്തയാണ്, GST പരിഷ്കാരം ഇന്നു മുതൽ സമ്പാദ്യ ഉത്സവത്തിന് തുടക്കം. മോദിയുടെ പത്രമൊന്നും അല്ലല്ലോ മനോരമ, മോദിയുടെ പത്രമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പത്രമല്ലല്ലോ. പക്ഷേ സത്യമാണ്. അതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. സമ്പാദ്യ ഉത്സവത്തിന് തുടക്കം. ആദായ നികുതി ഇളവിന് പിന്നാലെ GST ഇളവ് കൂടി നടപ്പാക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ഇരട്ട നേട്ടമാണ്. നികുതി കുറച്ചതോടെ സാധാരണക്കാർക്ക് വീട്, വാഹനം തുടങ്ങിയ സ്വപ്നങ്ങൾ അനായാസം യാഥാർത്ഥ്യമാക്കാം. ശരിയാണ്, ഇരുചക്ര വാഹനങ്ങൾക്ക്, കാറുകൾക്ക് ഒക്കെ വൻ വിലക്കുറവാണ് ഇന്നലെ മുതൽ സംഭവിച്ചത്. മനോരമ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, മനോരമയുടെ ഉള്ളിലെ പേജിൽ, എഡിറ്റോറിയൽ പേജിൽ അതുകൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ. എഡിറ്റോറിയൽ പേജിലെ ഏറ്റവും മുകളിൽ GST പരിഷ്കരണം, കുടുംബ ബജറ്റിന് ആശ്വാസമുറപ്പ് പറയുന്നവരാണ്. മനോരമ പറയാണ്, കോൺഗ്രസുകാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മനോരമക്ക് ബി ജെ പിക്കാർ വേറെ സൗജന്യം ചെയ്തു കൊടുക്കുന്നില്ല കേട്ടോ. ആ BJP സർക്കാരിന്റെ ഈ പുതിയ പരിഷ്കാരത്തെ കുറിച്ചാണ് മനോരമ പറയുന്നത്. കുടുംബ ബജറ്റിന് ആശ്വാസം ഉറപ്പ്, രാജ്യത്തെ ക്വിക്ക് കൊമേഴ്സിന്റെ വളർച്ചയ്ക്ക് GST പരിഷ്കരണം ഗുണകരമാകുമെന്നാണ് അതിന്റെ ഹൈലൈറ്റ് കൊടുത്തത്. ഇനി മാധ്യമം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പത്രമൊന്നും അല്ലല്ലോ. നരേന്ദ്രമോദിയെ കിട്ടുന്ന സ്ഥലത്തൊക്കെ അധിക്ഷേപിക്കുന്ന പത്രമാണ്. ആ പത്രം ഇതാ പറയുന്നു, നികുതി ഭാരം കുറയും. GST ഇന്ന് മുതൽ 5-15% നികുതി സ്ലാബുകൾ മാത്രം എന്ന് പറയുന്ന തലക്കെട്ടാണ് മാധ്യമം കൊടുത്തത്. ഇനി മാതൃഭൂമി നോക്കാം. മാതൃഭൂമി എന്ന് പറയുന്നതും നരേന്ദ്രമോദിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന പത്രമൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഏറ്റവും വലിയ തലക്കെട്ടാണ്, പരിഷ്കരണം ഇന്നു മുതൽ GST 2.0 ധമാക്ക എന്ന് പറയുന്നത്. ജനങ്ങൾക്കാകെ ധമാക്ക, അവരാകെ ആഹ്ലാദത്തിലാണ്. 413 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ഇനി സമ്പാദ്യ ഉത്സവം മോദി. അങ്ങനെ ഇന്നലെ ഇറങ്ങിയ എല്ലാ പത്രങ്ങളും ഇതിനെ ആഘോഷിക്കുമ്പോൾ ദേശാഭിമാനി മാത്രം പറയുന്നു, എന്താണ്, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, വിലയൊന്നും കുറയൂല എന്നാണ് ദേശാഭിമാനി പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ ഉള്ളില് മിൽമ വില കുറയ്ക്കുന്നു പറഞ്ഞപ്പോഴേ അതാണ് ഏറ്റവും വലിയ രസം. ഇന്നിപ്പം VKC പരസ്യത്തിലൂടെ VKC ചെരുപ്പുകൾക്ക് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ദേശാഭിമാനിയുടെ ഇന്നലത്തെ ഈ 7-ാം പുറത്താണ്. 7-ാം പുറത്ത് പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് മിൽമ. എന്താണ്, 100-ലേറെ ഉൽപ്പന്നങ്ങളുടെ വില കുറയും. മിൽമയുടെ 100-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് കേട്ടോ. ആ വാർത്ത ഇങ്ങനെയാണ്, മിൽമ പാൽ ഉൽപ്പന്നങ്ങളുടെ വില തിങ്കൾ മുതൽ കുറയും. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം ഉൽപ്പന്നങ്ങൾക്ക് ഇളവുണ്ടാകും. നെയ്യ്, വെണ്ണ, പനീർ എന്നിവയുടെ വില 7% കുറയും. ഇത് GST കുറച്ചത് കൊണ്ടാണ് വില കുറയുന്നത് എന്ന് ഈ വാർത്തയിൽ ഒരു വരി പോലും ഇല്ല കേട്ടോ. നരേന്ദ്രമോദിയുടെ പ്രത്യേക പ്രഖ്യാപനത്തെ തുടർന്ന്, അല്ലെങ്കിൽ GST കൗൺസിലിന്റെ പ്രത്യേക നയരൂപീകരണത്തെ തുടർന്ന് ഈ പറയുന്ന നികുതി 5% കുറഞ്ഞത് കൊണ്ടാണ് മിൽമ വില കുറയ്ക്കുന്നത് എന്ന് ഈ പറയുന്ന നെറികെട്ട പത്രം പറയുന്നില്ല കേട്ടോ. അതായത് മിൽമക്ക് തോന്നി എന്നാ പിന്നെ 22-ാം തീയതി മുതൽ വിലയാണ്ട് കുറച്ചാളാ എന്ന് പറഞ്ഞിട്ട് മിൽമ വില കുറച്ചു എന്നാണ് ഇത് വായിക്കുന്ന അന്തം കമ്പികൾ മനസ്സിലാക്കുക. അപ്പൊ ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ദേശാഭിമാനി ഒരിക്കൽ കൂടി, ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ഇങ്ങനെയാണ്, ഈ കള്ളത്തരം പറയുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്താൽ
ഇപ്പൊ VKC ഈ പരസ്യം ദേശാഭിമാനി വെറുതെ പ്രിന്റ് ചെയ്തല്ലോ, വളരെ നല്ല രീതിയിലുള്ള കാശ് കിട്ടിയത് കൊണ്ടാണ് ദേശാഭിമാനി പരസ്യം കൊടുത്തത്. അപ്പൊ ഈ പരസ്യത്തിലൂടെ VKC പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെരുപ്പുകൾക്ക് ഇതാ ഇന്നു മുതൽ വില കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ ഇളവുകൾ ഞങ്ങൾ വരുത്തുകയാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 വ്യവസായ സ്ഥാപനമാണ്. എന്നിട്ട് ഇത് 1-ാം പേജിൽ കൊടുത്തിട്ടാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നികുതി കുറയുന്നില്ല. 1-ാം പേജിൽ പൈസ വാങ്ങിയിട്ട് VKCന്റെ പരസ്യം അച്ചടിച്ചിട്ട്, എന്നാൽ അതിനുള്ള ഒരു നന്ദിയെങ്കിലും ഉണ്ടാക്കണ്ടേ ചെറ്റകളെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതല്ലാതെ പിന്നെ ഞാൻ എന്താണ് എന്നൊരു പലരും പറയും ഈ രീതിയിലുള്ള ഭാഷയൊന്നും പ്രയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ പറ എന്താണ് ഈ പത്രത്തെ തൊടാൻ പോലും അറപ്പ് തോന്നുന്ന ഈ പത്രത്തെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്?